പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. ഞാൻ നിന്നെ ഉണ്ടാക്കി കളഞ്ഞവരെ പറഞ്ഞാൽ മതി, പോയി പണിയെടുത്ത് ജീവിക്കടാ. ആണുങ്ങളുടെ വില കൊളയാൻ വേണ്ടി ഉണ്ടായ ജന്മമേ. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസം 2 ദിവസമായിട്ട് നമ്മുടെ അനിമോളുടെ കല്യാണവും അത് ബന്ധപ്പെട്ടിട്ട് കുറേയധികം വീഡിയോസ് വരുന്നുണ്ടായിരുന്നു. അതായത് അനിമോളും ഭർത്താവും തമ്മിൽ കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ അനിമോൾ കല്യാണം മറച്ചു വെച്ചു, അതുപോലെ തന്നെ അനിമോളും തങ്കച്ചനും തമ്മിൽ അനിമോൾ തങ്കച്ചനെ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം വീഡിയോസ് ഇങ്ങനെ ഓൺലൈനിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഞാൻ ഈ കൊടുത്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അനിമോളുടെ ഗൃഹപ്രവേശനം ഒന്ന് കണ്ടുകൊണ്ട് കുറച്ചധികം സംസാരിക്കാൻ, എനിക്ക് അനിമോളെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോവാം. കാണാൻ വളരെ ഇതിലെല്ലാത്തിനും അമ്മയാണല്ലേ ഭുവനേശ്വൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു വീഡിയോ ദൃശ്യമാണ് പൊന്നു പ്രേക്ഷകരെ. ഭുവനേശ്വന്റെ അമ്മയുണ്ട്. ഒരു കുഞ്ഞു കാര്യം പറയാം. നമ്മുടെ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനിമോൾ ഇവിടെ വന്നിട്ട് ഭുവനേഷിൻ്റെ കൂടത്തിൽ വന്നിട്ട് അവരുടെ ഗൃഹപ്രവേശന വീഡിയോസൊക്കെയാണ് കാണുന്നത്. അപ്പം അനിമോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, അതുപോലെ തന്നെ അമ്മായിയമ്മയാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, ഭയങ്കര സ്നേഹത്തോടെയാണ്. ശരിക്കും കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അനിമോൾ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ. നമ്മളിപ്പോൾ സ്റ്റാർ മാജിക്കിലാണെങ്കിലും പല സ്ഥലത്താണെങ്കിലും അനിമോളുടെ സംസാരം അതേപോലെ തന്നെയാണ്. എനിക്കൊരു ഡിഫറൻസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അനിമോളെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബിഗ് ബോസിൻ്റെ സമയത്ത് അനിമോളുടെ അടുത്ത്, അതായത് അനിമോളുടെ ഫാമിലി വീടിൻ്റെ അവിടെയും അതുപോലെ തന്നെ അനീഷിൻ്റെ അവിടെയും നമ്മൾ പോയിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു പ്രായമുള്ള അമ്മമാർ വരെ അനിമോൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലൈക്ക് അത്രയും ഒരു നല്ല രീതിയിലാണ് അവർ ഇടപെടുന്നതാണെങ്കിലും. അനിമോൾ ഇപ്പോഴും ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും അനിമോൾ എന്താ പറയുക, ഇപ്പം അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ അവർ കണ്ടില്ലെങ്കിൽ പോലും പുള്ളിക്കാരി അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും. കാരണം ഞങ്ങളവിടെ ചെന്നപ്പോൾ ഓരോ ആൾക്കാരും ക്യൂ നിൽക്കുകയാണ് അനിമോളെക്കുറിച്ച് സംസാരിക്കാനുള്ള. അപ്പം എനിക്ക് ഈ അനിമോളിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടൊന്നും അല്ലെങ്കിൽ ആ പുള്ളിക്കാരി ചാടിത്തു അങ്ങനെയാണ്. പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയാണല്ല. പിന്നെ കല്യാണം കഴിയുമ്പോൾ നമ്മൾ സ്നേഹിച്ച ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കൊരു സന്തോഷം വരും. കാരണം ഞാനാണെങ്കിലും 7 years റിലേഷൻഷിപ്പിലായിരുന്നിട്ട് കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പം എന്താ പറയുക, നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര എക്സ്ട്രീം ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഞാനും ഇതുപോലെ തന്നെ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. സോ ആ ഒരു ടൈമിലൊക്കെ ഞാനും കുറച്ചുകൂടെ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ്, നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പൂ വെച്ച് തരൂ, അമ്മായിയമ്മ ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അതിനൊക്കെയാണ് കുറേ കമൻസുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഭുവനേഷിനെ സംസാരിക്കാൻ വിടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഒരു പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരി പറയുന്നതിനോട് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചുതരാം ഗൈസ്. കൊടുക്കുന്നില്ല, എന്നാൽ മസാല കൂട്ടാണ് അത്. ഇവിടെ വന്ന് വീട്ടിലേക്ക് പോവുക എന്ന് മാത്രമല്ല, മുക്കും മൂലയും എനിക്കറിയാമെന്ന് സ്വന്തം വാഗോണ്ട് തന്നെ അനുമോൾ പറയുന്നുമുണ്ട്. മാത്രമല്ല ഭുവനേഷിന് ഗ്യാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി കൊടുക്കാനായിട്ട് അവിടുത്തെ അടുക്കളയിൽ കയറുകയും കുക്ക് ചെയ്യുകയും ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത കഥകളാണ് അനുമോൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിനകത്ത് അനുമോൾ നാടകം കളിക്കുകയായിരുന്നു. ബിഗ് ബോസിനകത്ത് അനുമോൾ മലയാളി പ്രേക്ഷകരുടെ ഒരു തനതായ സംസ്കാരത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് അഭിനയിച്ച് നാടകം കളിച്ച് കപ്പും കൊണ്ട് പോരുകയായിരുന്നു. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഒരാണും പെണ്ണും തമ്മിൽ കട്ടിലയിൽ ഇരിക്കുന്നത് പോലും തെറ്റാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ലീവ്ലെസ്സുകളോ കഴുത്തിറങ്ങിയ വസ്ത്രങ്ങളോ കുറച്ച് എക്സ്പോസിങ് ആയിട്ടുള്ള വസ്ത്രങ്ങളോ ഒക്കെ ഇടുന്നത് തെറ്റാണെന്ന് പറയുന്ന നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ സംസ്കാരത്തിന് നിരക്കില്ല എന്ന് പറഞ്ഞു വച്ച ബിഗ് ബോസ് കപ്പ് വിന്നറായിട്ടുള്ള അനുമോള് സ്വന്തം പ്രീ വെഡിങ് ഷൂട്ടിന് ഇട്ട വസ്ത്രം നമ്മൾ കണ്ടതാണ്. അതിനകത്ത് സ്ലീവ്ലെസ് അല്ല, ഓഫ് ഷോൾഡർ അല്ല, ഒന്നുമല്ല, എല്ലാം മറച്ചുകൊണ്ടുള്ള
വസ്ത്രമായതുകൊണ്ട് പിന്നെ അതിനകത്ത് ഞാൻ വിമർശിക്കാൻ നിൽക്കുന്നില്ല. രണ്ടാമത്, ആണും പെണ്ണും തമ്മിൽ ഒരു പരിധിയിലധികം അടുത്തിടപെടാൻ പാടില്ല, കയ്യിൽ പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചുറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ സോ കോൾഡ് കുലസ്ത്രീ ആയിട്ടുള്ള അനുമോൾ എന്തിനാണ് കല്യാണത്തിന് മുമ്പ് അവിടെ പോയത് എന്ന് എനിക്കറിയില്ല. എന്തിനാണ് ഭുവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്? ആ വീടിന്റെ മുക്കും മൂലയും പരിചിതമാകുന്ന രീതി, ആ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത രീതിയിൽ എന്തിനാണ് അനുമോൾ അവിടെ പോയി കെട്ടിക്കേറി താമസിച്ചതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോഴത്തെ പെമ്പിളർ കല്യാണത്തിന് മുമ്പ് ചെറുക്കൻ്റെ വീട്ടിൽ പോകാറുണ്ടാവും, ഇടപെടാറുണ്ടാവും, സ്വാഭാവികം തന്നെയാണ്. പക്ഷെ അനുമോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ പറഞ്ഞത്. അനുമോൾ അന്ന് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവരും അനുമോള് ബിഗ് ബോസിൽ വന്ന് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചു എന്നുള്ള. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ എല്ലാവർക്കും ഓരോരോ സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും, ഓരോരോ കാര്യങ്ങളുണ്ടായിരിക്കും. അത് കഴിഞ്ഞു, ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞു, പുള്ളിക്കാരി കപ്പും വാങ്ങിച്ചു, പുള്ളിക്കാരി ഇറങ്ങിപ്പോയി, പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ നോക്കി. അത്രയും ലൈക്ക് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയപ്പം ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, അത്രയ്ക്കും പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ആ പെൺകുട്ടി തന്നെയാണ് ആ ഒരു ഫാമിലീനെ ഇത്രയും അധികം കയറ്റിക്കൊണ്ട് വന്നതും. ആ ഒരു ഫാമിലിനെ ഫുള്ള് നോക്കി സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് ഇപ്പം കല്യാണം കഴിച്ചു. ഓക്കെ, ആ ഒരു അനുമോളുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസിൽ പോയി, ബിഗ് ബോസിൽ എല്ലാ ആൾക്കാർക്കും, ആ ഒരു അവിടെ ഉള്ള അത്രയും കണ്ടസ്റ്റൻസിനും ഞാൻ വിന്നറാകണം, ഏത് സ്ട്രാറ്റജി എടുത്താൽ എനിക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അവിടെ പല ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ അവരങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി എടുത്തു, സക്സസ് ആയി എന്ന് പറഞ്ഞാൽ അത് അവരുടെ വിജയം അല്ലേ. അതിനേക്കാൾ കൂടുതൽ സ്ട്രാറ്റജി എടുത്തൊരു ആളാണ് അനീഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാം. അന്ന് അവിടെ അങ്ങനെ നടന്നു, അല്ലെങ്കിൽ അന്ന് ഇവിടെ അങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ എടുത്തുകൊണ്ട് വന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ കല്യാണത്തിന് മുന്നേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്നതൊക്കെ എന്താ പറയുക, അതൊക്കെ ഒരു നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഓഫ് ഷോൾഡർ ഇട്ടു, അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര വൾഗറസ് ആയിട്ടുള്ള ഡ്രസ്സായിട്ടും കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ലൈക്ക് നമ്മുടെ പഴയ ആ നാടൻ, അല്ലെങ്കിൽ പണ്ട് നമ്മളുടെ അമ്മമാരൊക്കെ ഇട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരല്ല സോറി ഗൈസ്, നമ്മുടെ അമ്മമാരുടെ അമ്മൂമ്മമാർ അവരൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആ ഒരു ഡ്രസ്സാണ്. എനിക്കത് കണ്ടിട്ട് എനിക്കൊരു വൾഗാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണം ആരെ അറിയിക്കാതെ പുള്ളിക്കാരി നടത്തി, അല്ലെങ്കിൽ എനിക്കതൊരു ഭയങ്കര എനിക്കൊരു എന്താ പറയുക, എനിക്ക് അത് കണ്ടപ്പോൾ എനിക്കൊരു ഇതാണ് തോന്നിയത്. കാരണം എനിക്കൊരു റെസ്പെക്റ്റാണ് പുള്ളിക്കാരിയോട് തോന്നുന്നത്. കാരണം ഫാമിലിക്കാണെങ്കിലും അതുപോലെ തന്നെ ബന്ധുക്കൾക്കാണെങ്കിലും അത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരി ഈ ചാനലുകളെയും ഇവരെ ഒന്നും വിളിച്ച് പറയാത്ത, അല്ലെങ്കിൽ അറിയിക്കാത്തതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഒരു കല്യാണത്തിന് നമ്മുടെ ഫാമിലീസ് അല്ലെങ്കിൽ അവരൊക്കെ കാണാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേന് ഈ ചാനലുകാർ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് ശരിക്കും ഈ കല്യാണം പോലും ആസ്വദിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഭയങ്കര തിരക്കും തിക്കും അങ്ങനത്തെ ഒരു രീതിയാണ്. ഈവൻ ഗുരുവായൂർ വെച്ചാണ് കല്യാണം നടത്തുക. അപ്പം അത് ഓൾറെഡി അറിയാമെങ്കിൽ പല ആൾക്കാർ അങ്ങോട്ട് വരും. അപ്പം ആ ഫാമിലിക്ക് അത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനുമോളെ തോന്നിയത്. പിന്നെ തങ്കച്ചൻ എന്നൊക്കെ പറയുമ്പം തേച്ചോ, അതൊക്കെ എന്തിനാണ് അങ്ങനത്തെ കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇരുന്നത്? ഇവിടെ അനുമോൾ ഇതിനെതിരെ നല്ല രീതിക്ക് പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ അത്രയും അധികം ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള തമ്മിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓഫ് കോഴ്സ് ആർക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അനുമോൾക്ക് ആ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് സംസാരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ ഓൾറെഡി ഇഷ്ടപ്പെട്ടൊരു പുരുഷനാണ്, അതുപോലെ തന്നെ നേരത്തെ ആ വീട്ടിൽ പോയിട്ടുണ്ട്. സോ അത്രയും അധികം സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും അവർ സംസാരിച്ചത്. പിന്നെ എല്ലാ പെണ്ണുങ്ങളും കല്യാണ സമയത്ത് ഭയങ്കര നാണം കുടുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പോൾ മിണ്ടാതിരിക്കണം. എനിക്ക് തോന്നുന്നത് അനുമോൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ്. ആൻഡ് ഓൾസോ ഇവിടെ ഭുവനേഷ് എന്ന് പറഞ്ഞ പുള്ളി തമിഴാണ്. അപ്പോൾ അവർക്ക് മലയാളം സംസാരിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അനുമോൾ സംസാരിക്കുന്നത്. അതിന് കുറേ ആൾക്കാർ അനുമോൾ സംസാരിപ്പിക്കുന്നില്ല, ഹസ്ബൻഡിനെ സംസാരിപ്പിക്കാൻ വിടുന്നില്ല, അവിടെ ചെന്ന് അമ്മായിയമ്മയോട് ഭയങ്കര സ്നേഹം. പിന്നെന്താണ്, അമ്മായിയമ്മേനോട് ചെല്ലുമ്പോഴേ ദേഷ്യം കാണിക്കണോ, അതോ കരഞ്ഞുകൊണ്ടിരിക്കണോ, അതൊക്കെ എനിക്കറിയില്ല. അതൊക്കെ എന്ത് രീതിയാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? പിന്നെ അടുത്തതായിട്ട് വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏജ് ഡിഫറൻസിൻ്റെ ഒരു കാര്യം. അതായത് 37 വയസ്സും അനുമോൾക്ക് എന്തോ 37 24 അങ്ങനെ എന്തൊക്കെയോ, അങ്ങനെ കുറേ ഏജ് കാര്യങ്ങൾ. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ, ഞാനൊരു 1 വയസ്സിന് മൂത്തതാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ ലൈഫിനെ ഒരിക്കൽ പോലും ബാധിച്ചിട്ടില്ല.
ബാധിച്ചിട്ടും കാര്യങ്ങളും ഇല്ല. നമ്മളുടെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തമ്മിലുള്ളൊരു പൊരുത്തമാണ്. അവിടെ നാളാണെങ്കിലും ഏജ് ആണെങ്കിലും വേറെ ഒന്നിലും ഞാനതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ കാര്യമായിട്ടുള്ളതൊന്നുമല്ല. പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരിക്കും നമ്മൾ ഹസ്ബൻഡ് പെണ്ണിനെക്കാളും കുറച്ചൊരു 5 വയസ്സ് മൂത്തതായിരിക്കണം, എന്നാലേ മെച്യൂരിറ്റി ഉള്ളൂ എന്നൊന്നും ഇപ്പം ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല. കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ എൻ്റെ ഹസ്ബൻഡിനേക്കാളും എനിക്ക് മെച്യൂരിറ്റി കുറവുണ്ടെങ്കിലേ ഉള്ളൂ. ആളെന്നെക്കാളും 1 വയസ്സ് ഇളയതാണ്. അപ്പം എനിക്ക് കുറച്ച് മെച്യൂരിറ്റി കുറവുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം അതൊക്കെ ഒരിക്കലും അങ്ങനെയല്ല, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെയാണ്. പിന്നെ ഈ തങ്കച്ചനെ വെച്ചിട്ട് വീഡിയോ അപ്പം ഓഫ് കോഴ്സ് നമുക്ക് എന്തായാലും ദേഷ്യവും കാര്യം വരും. ഒരു പെൺകുട്ടി ഇച്ചിരി സന്തോഷിച്ചൂടെ? അല്ലെങ്കിൽ എനിക്ക് പുള്ളിക്കാരി ഓവറായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഇച്ചാപ്പിയും ഗ്ലാമിയും ഒക്കെ കുറച്ച് എനിക്ക് ഓവറായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ നേരത്തെ കാണുമ്പോഴോ അവരെ അത്ര അങ്ങനെ ഓവർ അങ്ങനത്തെ സാധനമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അനുമോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനത്തെ എനിക്ക് കൂടുതൽ സംസാരിക്കും, അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് കൂടുതൽ ആൾക്കാരൊക്കെ അതും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കേസ് കൊടുക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം മേ ബി ഇങ്ങനെയൊക്കെ വീഡിയോസ് വരുന്നു കഴിയുമ്പോൾ അതും നമ്മളുടെ സന്തോഷം. പുള്ളിക്കാരി അത്രയും ആഗ്രഹിച്ചുള്ളത് നമ്മൾ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, അത്രയും ആഗ്രഹിച്ച് സന്തോഷിച്ച് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ, അനുമോളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ വ്ളോഗേഴ്സിൻ്റെ അഭിപ്രായത്തിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതോ ഞാൻ പറയുന്നതോട് യോജിക്കുന്നുണ്ടോ, അതോ നിങ്ങളുടെ അഭിപ്രായം വേറെയാണോ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യുക. Guys, bye.